ഹലോ മൈ ഡിയർ ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അടിപൊളി ഒരു വൈനാണ് കേട്ടോ. എന്ന് വെച്ചാൽ അതിൽ ഇഞ്ചി വെച്ചിട്ടുള്ള ഒരു വൈനാണ്, ജിഞ്ചർ വൈൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 400 ഗ്രാം ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് തോലെല്ലാം ഉരിച്ച് വൃത്തിയായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുത്ത് മിക്സിയിലൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇഞ്ചിയുടെ നീര് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളതൊന്ന് നീര് നമ്മൾ അരിച്ചെടുക്കണം. ഒരു 2-3 പ്രാവശ്യങ്ങളായിട്ട് ചെറിയ സ്ട്രെയിനറാണെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഒന്ന് സ്പൂൺ വെച്ച് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ നീര് നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇഞ്ചി നീരെടുത്ത് കുറച്ച് സമയം മൂടി വയ്ക്കണം. കാരണം അതിൻ്റെ അടിയിൽ അതിൻ്റെ ഒരു മട്ട് തങ്ങി കിട്ടണം. നമുക്ക് ആ ഇഞ്ചിയുടെ തെളിനീര് മാത്രമേ ആവശ്യമുള്ളൂ. അതിനുശേഷം നമ്മളൊരു 1.5 ലിറ്റർ വെള്ളം എടുത്ത് ഒരു പാത്രത്തിൽ തിളയ്ക്കാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് മസാലകളിട്ട് കൊടുക്കണം. ഒരു കഷ്ണം പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ ഒരു 7 വറ്റൽമുളക് 2-3 കട്ട് ചെയ്ത് അതും കൂടി അതിൻ്റെ കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ച് വരുന്ന ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ ഇഞ്ചി നീര് തെളിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ തെളിനീര് ഊറ്റിയെടുക്കും. ഇത് കണ്ടോ മട്ടടിഞ്ഞിരിക്കുന്നത്. അതിൽ ചേർക്കാൻ പാടില്ല. ചേർത്ത് കഴിഞ്ഞാൽ നമുക്കൊരു കലക്കവെള്ളം പോലെ കിട്ടും. വൈൻ നമുക്ക് തെളിഞ്ഞ് കിട്ടത്തില്ല. അതിനുശേഷം ചൂടാറിയതിന് ശേഷം ഇത് നമ്മൾ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അരിച്ചിട്ട് മസാലകൾ മാറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 4 നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ നീരൊഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ മധുരത്തിന് ലേശം ശർക്കര ഉരുക്കി അതിൻ്റെ അഴുക്കെല്ലാം കളഞ്ഞിട്ട് പാനിയെടുത്ത് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. മധുരം ലേശം വൈന് മധുരം ആവശ്യമുള്ള അതുകൊണ്ടാണ് കേട്ടോ. പക്ഷേ ഷുഗർ പേഷ്യൻറ്റിനൊക്കെ അധികം കഴിവതും മധുരം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ ഇഞ്ചി വൈൻ നമുക്ക് വയറിനൊക്കെ വളരെ നല്ലതാണ്, ദഹനത്തിനും ഒക്കെ നല്ലതാണ്. അതുകൊണ്ട് ലേശമൊക്കെ കൊടുത്താൽ അതുകൊണ്ടാണ് ഞാൻ ശർക്കര ഉപയോഗിക്കാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മൂടി വെച്ച് നല്ലതായിട്ട് തെളിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഒരു ദിവസം വെച്ച് കഴിയുമ്പോൾ തന്നെ ഇത് ഇത്രയും നന്നായിട്ട് തെളിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഒരു 2 ദിവസം കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വൈനാണ് കേട്ടോ. ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് തന്നെ ഒരു ദിവസം കഴിയുമ്പോഴേ നമുക്കിതെല്ലാം തെളിഞ്ഞ് കിട്ടും. പിന്നെ നമ്മൾ ഒരു ബോട്ടിലേക്ക് അരിച്ചെടുത്ത് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. നല്ല ഒരു സ്ട്രോങ് ആയിരിക്കും, നല്ല എരിവും എന്താ പറയുക എന്നറിയത്തില്ല. നല്ല കുടിച്ചു കഴിഞ്ഞാൽ വളരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നല്ല അടിപൊളി വൈനാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇഞ്ചി വൈനാണ്. ഇഞ്ചി എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, നമുക്ക് ശരീരത്തിന് വളരെയധികം ഗുണകരമായ ഒരു വസ്തുവാണെന്ന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ യൂട്യൂബ് ചാനലിലുണ്ട്. നിങ്ങൾ എൻ്റെ ചാനലും കൂടി ഒന്ന് സന്ദർശിക്കാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ജിഞ്ചർ വൈൻ ഉണ്ടാക്കാനായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. വളരെ ഈസി ആയിട്ടും സിമ്പിളായിട്ടും നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ശരീരത്തിന് നമുക്ക് കുറച്ച് ഹെൽപ്ഫുള്ളും ആയിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.